ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് ചേട്ടാ പോകുന്നത്? നമ്മൾ വാഗമൺ രാമക്കൽമേട്. വാഗമൺ രാമക്കൽമേട് 2 ദിവസത്തെ ട്രിപ്പാണ് പോകാൻ പോണത്. അപ്പോൾ നമ്മൾ വെളുപ്പിനെ അവിടെ നിന്ന് ആൾക്കാരെ കയറ്റണ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പുറകെ കാണിക്കുക. അപ്പോൾ ഇൻട്രോ വീഡിയോ നമ്മൾ എടുക്കാനായിട്ട് ലേറ്റ് ആയതുകൊണ്ട് ഇൻട്രോ വീഡിയോ എടുത്തില്ല. ഷെഡ്യൂൾ വന്നപ്പോൾ ശരിക്കും ലേറ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴാണ് ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതേ ഞാനും കണ്ണഞ്ചനും കൂടിയാണ് പോകാൻ പോണത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ പാർട്ടീസിനെയും കാര്യങ്ങളൊക്കെ കയറ്റി നമ്മൾ വാഗമണ്ണിൽ എത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മൾ പുറകിലത്തെ വീഡിയോയിൽ ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അതേ നമ്മൾ പാർട്ടീസും കാര്യങ്ങളും എടുക്കാനായിട്ട് ചന്ദ്രൂർ വന്നിട്ടുണ്ട് കേട്ടോ. ചന്ദ്രൂർ നമ്മുടെ സ്കൂളിൻ്റെ അവിടെ നിന്നാണ് ഓട്ടോ എന്ന് പറഞ്ഞത്. അപ്പം എൻ്റെ കൂടെ എന്നുള്ളത് വേറെ ആരുമില്ല. എൻ്റെ കൂടെ എന്നുള്ളത് കണ്ണഞ്ചനാണ്. കണ്ണഞ്ചൻ്റെ ഹോട്ട് സീറ്റ് രാവിലെ തന്നെ ചന്ദനക്കുറിയൊക്കെ തൊട്ട് ആള് വന്നിട്ടുണ്ട്. അപ്പോൾ റോഡ് പണിയും കാര്യങ്ങളും നടക്കണോണ്ട് നമുക്ക് യൂട്ടേൺ എടുക്കാനൊന്നും സ്ഥലമില്ല ഇവിടെ. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് കുറച്ചുകൊണ്ട് മാറിപ്പോയി വേണം യൂട്ടേൺ എടുക്കാനായിട്ട്. പിന്നെ സ്കൂൾ കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇതേ പള്ളി, മറ്റേ പള്ളി ആയതുള്ളത്. സ്കൂൾ അവിടെയാണ്, പള്ളി ആയതുണ്ട്. അപ്പം ഇനി നേരെ അവിടെ ചെന്ന് യൂട്ടേൺ എടുത്തിട്ട് പാർട്ടീസിനെ കയറ്റട്ടെ. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചിട്ട് മീൻകാരാ സൈഡ് നമ്മളടുത്ത് 6 മണിക്കൂടെ വന്നാന്നാണ് പറഞ്ഞത്. നമ്മുടെ അരൂർ പോലീസ് സ്റ്റേഷൻ്റെ അവിടുത്തെ യൂട്ടേണാണ് നമ്മൾ വന്നത്. അപ്പോൾ 6 മണിക്ക് വന്നാന്ന് പറഞ്ഞത്. അപ്പോൾ 6 മണിക്ക് ഇവിടെ വന്നോന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ വന്നപ്പോൾ 6 മണി 7 മണി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ 6:20 അല്ലേ? 6:20 എന്നിട്ടൊരു മനുഷ്യൻ നമ്മളിവിടെ കണ്ടിട്ടില്ല. ഇനി അപ്പുറത്തേക്ക് യൂട്ടേൺ എടുത്ത് ചെല്ലുമ്പോൾ ഉണ്ടാവുമായിരിക്കും. പോട്ടെ അവൻ്റെ ഒരു വിമാനമാ. വിമാനം പറന്നോണ്ട് വിമാനം ഒന്ന് നേരിട്ടേക്കണം വണ്ടിക്ക്. നമ്മള് തിരുവാതിര ഇല്ല, ആടും വേണ്ട, കൂടെ വേണ്ട. കൊള്ളാം, നല്ലൊരു ചായക്കട ഉണ്ട്. നമുക്ക് ചായ കുടിക്കാം. ചന്ദ്രൻ സ്കൂളിൻ്റെ സ്കൂള് അത് തന്നെ, ഇത് തന്നെ സ്കൂളിൻ്റെ അവിടെ. അതെ, വണ്ടി കൊണ്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടിയും പാർക്ക് ചെയ്തതിന് നമുക്ക് പാർട്ടീസ് വന്നിട്ടില്ല. പാർട്ടീസ് കണ്ടില്ല. ഒരു മനുഷ്യൻ 5 മണിയായപ്പോ വിളിച്ചാ അതെ വന്നേക്കണത്. പിന്നെ അതെ, ആ വണ്ണത്തിന്റെ ലോഗോയൊക്കെ ഉള്ള അറിയാം, എല്ലാരും കണ്ടിട്ടുള്ളതാണ്. എങ്കിലും പിന്നെ കാണാത്തവർക്ക് വേണ്ടിയാണ്, അറിയാല്ല. സെറ്റാക്കിയിട്ടുണ്ട്. പ്രീമിയം വണ്ടിയാണ്. നമ്മൾ എത്ര ആളെ 49 ഓട്ടം പോയത്. ഇന്ന് പ്രീമിയം വണ്ടിക്കകത്താണ് പോണത്. അതെ, പാർട്ടീസും കാര്യങ്ങളും വന്നിട്ടില്ല. ഇനി പാർട്ടീസും കാര്യങ്ങളും വന്നം. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ പോയി ഓരോ കാലിച്ചായ പിടിച്ചിട്ട് വരട്ടെ. ആ ക്ഷീണം കൊണ്ട് വരട്ടെ രാവിലെ എഴുന്നേറ്റ്. എൻ്റെ അല്ലാണ്ട് ചേട്ടാ ഓരോ കാലിച്ചായ പിടിച്ചിട്ട് വരാം. ആ ക്ഷീണം കൊണ്ട് വരട്ടെ രാവിലത്തെ. കൊള്ളാം. 2-3 നേരല്ലേ, ഇനി ആള് ഫില്ലാകാനുണ്ട്. കുഴപ്പമില്ല. അവരാണെന്നാണ് തോന്നണത്. അത് ശരിയാട്ടാ. നമ്മള് നമ്മുടെ തണ്ണീർമുക്കം വണ്ടി കൊണ്ടൊന്ന് ഒതുക്കിയേക്കാണ്. കാരണം വേറെ ഒന്നുമല്ല, അവർക്ക് ഫുഡ് കൊടുക്കാനാണ്. നമ്മൾ ഓൾറെഡി വന്നപ്പോൾ തന്നെ ലേറ്റായി. അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ഫുഡ് കൊടുക്കാനായിട്ട് നമുക്ക് വണ്ടി ഒതുക്കിയേക്കാണ്. വണ്ടി നമ്മുടെ ബണ്ടിൽ ഒതുക്കിയിട്ടുണ്ട് അവർ. അവിടെ നമ്മുടെ പാർട്ടീസും കാര്യങ്ങളും ഫുഡും കാര്യങ്ങളും എടുത്തുകൊണ്ടിരിക്കണം. കുറച്ച് നേരം ഇവിടെ നിൽക്കുന്നു. വേറൊരു വണ്ടിയും കൊണ്ടൊന്ന് ഒതുക്കിയിട്ടുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം ബക്കറ്റാ. അതേ, ഞങ്ങൾ 2 പേരും ഇവിടെ നിൽക്കിയത്. നമുക്ക് ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കേണ്ടത് ആ കണ്ണഞ്ചാനുണ്ട് കൂടെ. കണ്ണഞ്ചാനും ഞാനും കൂടി പിന്നെ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് അടിച്ചു തരണ്ടേ? കഴിച്ചേക്കാം. അത് വൈകിട്ടാകുമ്പോ നല്ല തിരക്കാണ്. ഇപ്പോഴുണ്ട് ഈ വെയിലത്ത് ഇതിൻ്റെ ബോട്ടിങ് കാര്യങ്ങൾ നടക്കുന്ന കാര്യം പറഞ്ഞു. നമ്മുടെ ബോട്ടിങ് കാര്യങ്ങൾ നടക്കുന്ന ബോട്ടോടെ കിടപ്പുണ്ട്. അപ്പം അതാണ് ഇപ്പം ആ അമ്മച്ചി പറഞ്ഞത്. അപ്പോൾ കാറ്റും കാര്യങ്ങളുള്ളതുകൊണ്ട് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ആൾക്കാർ വന്നിട്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണ് വെറുതെ AC-കകത്തിരുന്നിട്ടും വിയർക്കുന്നു. രക്ഷയില്ലാത്ത ചൂട്. വണ്ടി ഇതേ കിടക്കുന്നു. സാധനങ്ങൾ എടുക്കുന്നു, അടുത്തോണ്ട് പോകുന്നു. ബണ്ടിൽ കൂടി വണ്ടി പോകുന്നു. ഡ്രീം ലാൻഡ് ഉള്ള ആൾക്കാർ ഫുള്ള് വൈബ്. നേരെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഭരണങ്ങാനം പള്ളിയിൽ. ഇനി ഭരണങ്ങാനം പള്ളിയിൽ നിർത്തുമോ? ഇല്ലല്ലോ.
ഇനി ചിലപ്പോൾ വാഷ്റൂമിൽ പോകാനില്ല, വിളിക്കുമ്പോൾ വാഷ്റൂമിൽ പോകാനേ നിർത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വാഗമണ്ണ പോകണം. അപ്പോൾ ബാക്കിയുള്ളത് പുറകെ കാണിച്ചു തരാം. നമ്മളിത് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞത് തന്നെ നമുക്ക് വണ്ടി കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ കണ്ണൻ ചേട്ടൻ്റെ വേറെ മുകളിലിരിക്കണം. ഫുഡ് കഴിച്ചപ്പോൾ ഒടുക്കത്തെ ഊർജ്ജം വണ്ടി കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമ്മുടെ ആൾക്കാരെല്ലാവരും ഇവിടെ എല്ലാവരും അടുത്ത പരിപാടി ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ബാക്കി നമുക്ക് അങ്ങോട്ട് പോകെ കാണിച്ചു തരാം. ഹൗസ് ബോട്ട് കഴിഞ്ഞ പ്രാവശ്യം ഓട്ടം പോയപ്പോൾ മറ്റേ ലഹരി മരുന്നിന്റെ പേരുള്ള വണ്ടി കൊക്കൈൻ, ഇബ്രഹാം ലഹരി മരുന്നിന്റെ പേരുള്ള വണ്ടി പിടികൂടി കൊക്കൈൻ, അതായിരുന്നു. ഇബ്രഹാം ഹൗസ് ബോട്ടാണ്. അപ്പൊ ബാക്കി കാര്യങ്ങൾ അങ്ങനെ കാണിച്ചാൽ പോകെ അല്ലേ, പോകെ കാണിച്ചു തരാം. നമ്മുടെ ഈ ചങ്ങാതിക്കൂട്ടത്തിലെ ഈ ട്രിപ്പ് ആദ്യം. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ ഏറ്റുമാനൂർ എത്തിയിട്ടുണ്ട്. ഇനി ഏറ്റുമാനൂരിന് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോണത് പാലക്കാണ് പോണത്. പാല കഴിഞ്ഞ് ഈരാറ്റുപേട്ട, അവിടെ നിന്ന് വാഗമൺ, അങ്ങനെയാണ് പോണത്. ഇത് നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. നമ്മളിത് പാലയിലേക്ക് എത്താൻ പോകുന്നു. പാല എത്തണതിന് മുന്നെയാണ് ഈ ചെറിയ മരങ്ങൾ. അടിപൊളിയാണ് കേട്ടോ അത് കാണാം കേട്ടോ, നല്ല രസമാണ്. ആ റോഡിൻ്റെ സൈഡിൽ നിൽക്കണതാണ് കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ കണ്ട് അങ്ങനെ യാത്ര ചെയ്ത് നേരെ പാലയിലേക്ക് പോകാം. അപ്പോൾ പാലയിൽ ചെന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. അവിടെ നിന്ന് വേണം നമുക്കിത് തിരിഞ്ഞ് നേരെ ഈരാറ്റുപേട്ടയ്ക്ക് പോകാൻ. ഓക്കെ, പാല ടൗണും കാര്യങ്ങളെത്തിയിട്ടുണ്ട്. ഇതേ ഇപ്പം ഇനി ഇവിടെ നിന്ന് റൈറ്റ് പോയിക്കുകയാണെങ്കിൽ ശബരിമല പമ്പ പൊൻകുന്നം ആ റൂട്ടാണ്. അതെ, നമ്മൾ ടൗണിൽ കൂടി പോയിക്കണ്ട. ടൗണിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ഈരാറ്റുപേട്ടക്കാണ്. ഈരാറ്റുപേട്ടെന്നാണ് നമുക്ക് റൈറ്റ് പോകേണ്ടത്. ബാക്കി ഇനി ഈ കാര്യങ്ങൾ അവിടെ ചെന്ന് കാണിച്ചു തരാം. നമ്മൾ നമ്മുടെ ഭരണങ്ങാനം പള്ളിയൊക്കെ കഴിഞ്ഞത് താഴത്തേക്കുള്ള ഇറക്കമൊക്കെ ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ചാമ്പക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ചാമ്പക്കൊക്കെ കഴിച്ചാൽ തണുത്ത ചാമ്പക്കൊക്കെ കഴിച്ച് ഇങ്ങനെ ഭരണങ്ങാനം പള്ളിയൊക്കെ കഴിഞ്ഞത്. ഒരു വലിയ ചായൻ്റെ കണ്ടിരാം. ഭരണങ്ങാനം പള്ളിയൊക്കെ കഴിഞ്ഞത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ അത് ചീത്തപ്പറിച്ചു അതാട്ടോ നോക്കണ്ട. അതെ, നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല രീതിക്കുള്ള വെയിലുണ്ട്. തിരക്ക് കണ്ട, ഈ വെയിലത്തും തിരക്ക് കണ്ട കാണാ. ഒരു കുഴപ്പമില്ലാണ്ട് ആൾക്കാർ നിൽക്കുന്നത് ബീവറേജില്. നമുക്ക് അടുത്തതിന് ഈരാറ്റുപേട്ട ചെല്ലട്ടെ. ഓക്കെ, ഇപ്പോൾ അവർക്ക് വാഷ്റൂമിനും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് നമ്മൾ നമ്മുടെ ഭരണങ്ങാനം കഴിഞ്ഞപ്പോൾ ഇത് പമ്പിൽ നിർത്തി കേട്ടോ. പമ്പിൽ നിർത്തിക്കപ്പോൾ ഞാനൊരു കാഴ്ച കാണാം. നോക്കിയ രാവിലെ അവിടെ നിർത്ത വണ്ടിയുടെ കോലം നോക്കി. രാവിലെ എടുത്തപ്പോൾ അല്ല പുത്തം പോലെ നോക്കി. നമ്മുടെ അരൂരത്തെ പൊടിയാണ് ഈ കാണുന്നത്. വണ്ടി ആകെ അലങ്കോല് നശിഞ്ഞിട്ട് കണ്ട. ജസ്റ്റ് നിർത്തുന്ന വന്നതിന് ഈ വെയിലത്ത് ഇങ്ങനെ പൊടി കയറി പിടിക്കുമോ, വൃത്തികെട്ട പൊടി. ഇതെല്ലാം ഇനി എന്താവോ എന്തോ അവിടെ ചെന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനിയിപ്പം ഇനി അവിടെ അല്ല, ഇനി നമ്മൾ ഷെഡി വന്നിട്ട് വണ്ടി കഴുകുള്ളൂ. കണ്ടപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചെന്നുള്ളത്. ഭയങ്കര അലമ്പ്. ഷെഡി ചെന്നിട്ട് പണി കൂടുതലായി. ഷെഡി ചെന്നിട്ട് പണി കൂടി രക്ഷയില്ല. വെയിൽ പൊന്നോ, സീൻ വെയിലാണ് വന്നിട്ടിരിക്കുന്നത്. പിന്നെ ഷെഡി ചെന്നിട്ട് വണ്ടിയും കാര്യങ്ങളും കണ്ടല്ലോ, പിന്നെ തേച്ച് മിനിക്ക് എടുക്കണം. അപ്പം ഇനി അടുത്ത നമുക്ക് നേരെ എങ്ങോട്ടാണ്? ഈരാറ്റുപേട്ടാണ് അടുത്തത്. ഇനി ഈരാറ്റുപേട്ടന്ന് നേരെ റൈറ്റ് വാഗമണ്ണൊക്കെ നമ്മൾ ഫസ്റ്റ് പോകുന്നത്. നാളെയാണ് പരുന്തുംപാറ പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈരാറ്റുപേട്ട എത്തി. അവിടെ നിന്ന് റൈറ്റ് കയറി
നമ്മുടെ തീക്കോയി വാഗമണ്ണ് പോണ റൂട്ട് ഇങ്ങനെ പോയി ഇതേ കയറി ആ പാലത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. നമ്മുടെ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കാൻ നേരത്ത് ദേ കാണാടാ നമ്മുടെ ഇല്ലിക്കക്കല്ല് മലകരയാണ് കാണുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, കോടയും കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ദേ ഗായ്സ് ദേ നമ്മൾ നമ്മുടെ തീക്കോയി കഴിഞ്ഞ് ഇങ്ങനെ കയറ്റം അങ്ങനെ കയറാൻ ഹൈ റേഞ്ച് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണം. ഇവിടെയാണ് അന്ന് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം മഴവെള്ളം പച്ചിൽ വന്നു കഴിഞ്ഞപ്പോൾ മറ്റേ മണ്ണക്കടിഞ്ഞില്ലേ, അത് ഈ സ്ഥലത്താണ് കേട്ടോ. ഇവിടെ വെച്ചാൽ ഫുള്ള് റോഡ് ബ്ലോക്കായി ഇങ്ങനെ മേലോട്ട് നോക്കിയിരിക്കുന്നത്, ഇരഞ്ഞിരഞ്ഞ് കയറുമ്പോൾ മേലോട്ട് നോക്കിയിരിക്കുന്നത് രണ്ടുപേരും. അതെ മേലോട്ട് കയറിക്കൊണ്ടിരിക്കും. അപ്പം മേലോട്ട് കയറി പോകും തോറും കാഴ്ചയെല്ലാം കാണിച്ചത് ഇതൊന്നും പിള്ളേരോട് വന്ന് കളിക്കുന്നുണ്ട്. പക്ഷേ ആ സീൻ കഴിഞ്ഞു. അടിപൊളി പിള്ളേർ റോട്ടിൽ നിന്ന് കളിക്കണ്ട. അപ്പോൾ ഓക്കെ, ബാക്കി പോകെ കാണിച്ചു തരാം. വെച്ചിട്ടുണ്ട് രക്ഷയില്ലാത്ത വൈബാണ്. ഫാമിലി ഇങ്ങനെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതേ നമ്മൾ എല്ലാ വണ്ടി പ്രാന്തന്മാർക്കും അറിയാവുന്ന ഒരു സ്പോട്ടാണിത്. കാരണം വേറെ ഒന്നുമല്ല, ഈ സ്പോട്ട് വെച്ച് കുറേ വീഡിയോ വന്നിട്ടുണ്ട് വണ്ടിയുടെ. നമ്മളെ കണ്ണാസിന് മാത്രമല്ല എല്ലാ വണ്ടിയുടെ വീഡിയോ വന്നിട്ടുണ്ട്. അതുപോലെ അത്രക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണിത്. നമ്മുടെ വാഗമണ്ണ് കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യത്തെ ആ ഒരു വ്യൂ പോയിന്റ്, അതുപോലെ നമ്മുടെ മറ്റേ ഒരു ടൈഗർ നിൽക്കണ ഒരു വ്യൂ പോയിന്റ്. അപ്പോൾ ആ വ്യൂ പോയിന്റിലോട്ട് നമ്മളെത്തി. പക്ഷേ നമുക്ക് ഇവിടെ ഇവരെ കാണിക്കാനായിട്ട് നിർത്തിയില്ല. അവർക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് കയറിപ്പോയി കേട്ടോ. പിന്നെ അത് മാത്രമല്ല, വണ്ടി അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഒതുക്കാനും സ്ഥലം കിട്ടിയില്ല. അതിന് മുന്നേ ആയിരുന്നു സ്ഥലം കരുതി വെച്ചത്. നമ്മൾ നിർത്തിയില്ല, നമ്മൾ നേരെ മേളിലോട്ട് കയറിപ്പോയി. അപ്പുറത്ത് ഒതുക്കായിരുന്നു. അവിടെ സമയം അവിടെ തിരക്കായി കഴിഞ്ഞാലേ നമ്മുടെ മുട്ടക്കുന്നില്ലേ, മുട്ടക്കുന്നിന് വയൽ കുറച്ചൊക്കെ തിരക്കായി കഴിഞ്ഞാലേ പക്ഷികൾ നമ്മൾ കിലോമീറ്റർ കൊണ്ട് മാറ്റിയിടേണ്ടി വരും. മനസ്സിലായി? അപ്പോൾ ഇത് നമ്മുടെ വാഗമൺ ടൗണിലേക്ക് പോണ റോഡിൻ്റെ അവിടെ എത്തി. ഇനി അവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഈ മൊട്ടക്കുന്ന് പൈൻ ഫോറസ്റ്റ് എന്നുള്ള സൈറ്റ് സീനിങ് കാര്യങ്ങളും. അപ്പോൾ നമ്മളിത് റൈറ്റിലേക്ക് പോകും, മൊട്ടക്കുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മൊട്ടക്കുന്നിൽ പോയിട്ട് ബാക്കി വിശേഷം കാര്യങ്ങളും. ഓക്കെ, മൊട്ടക്കുന്നെത്തേണ്ടത് ആൾക്കാരെല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കണേ. മുട്ടക്കുന്ന് കാണോ മുട്ടക്കുന്ന്. നമ്മളവിടെ തിരക്കും കാര്യങ്ങളായതുകൊണ്ട് നമ്മളിത് ഇവിടെ സൈഡിൽ വണ്ടി കൊണ്ടുപോയിട്ട് അതിൻ്റെ ഇനി അവിടെ നിന്ന് വന്നിട്ട് റൈറ്റിലേക്ക് പോകണം. അപ്പോൾ ആ മുട്ടക്കുന്നിൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ പാർട്ടീസും കാര്യങ്ങളും ഇറങ്ങി നടന്നിട്ടിരിക്കണം. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ, ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ മുട്ടക്കുന്നെത്തി. മുട്ടക്കുന്ന് വണ്ടി കൊണ്ടിട്ടുണ്ട്, വണ്ടി കിടക്കണം. ആൾക്കാരെല്ലാം അങ്ങോട്ട് പോയി, കാരണം അവിടെ നല്ല തിരക്കും കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയില്ല. വണ്ടി അവിടെ കൊണ്ട് ഒതുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. അപ്പോൾ ഇതേ അങ്ങാറ്റിമാരൊക്കെ കുറയും. ഇതേ നമുക്ക് നല്ല എത്ര എ സിക്കകത്താണ് വന്നത്. പക്ഷേ എ സിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു രക്ഷയില്ല, ഭയങ്കര ചൂട്. അത് പോയിട്ട് നമുക്ക് ഓരോ സർവത്ത് കുടിക്കാം. അതാണ് അടുത്ത പ്ലാൻ. നമ്മുടെ അടുത്ത പ്ലാൻ അതാണ്. വണ്ടിക്കാരുണ്ട്, കുഴപ്പമില്ല, അത്യാവശ്യം തിരക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. അതിന് കുറച്ച് ഉച്ചയും കൂടി കഴിഞ്ഞാൽ തിരക്ക് വരും. അപ്പോൾ ചെറിയൊരു കാറ്റടിച്ചപ്പോൾ ചെറിയൊരു തണുത്ത കാറ്റ് കേട്ടോ. അപ്പോൾ ദേ നമ്മളവിടെ നിൽക്കണമെന്ന് ചോദിച്ചു കണ്ടത് ഈ മല മുട്ടക്കുന്ന് പലരും പറ ദേ എന്താ അങ്ങോട്ട് പോയത്. ഇത്ര രേസിക്കെത്തിരുന്ന് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. മേലെന്നാ ചാകാൻ പോകണമെന്നാ അങ്ങനെയൊക്കെ പറയാനുണ്ടായിരുന്നു. കണ്ടാ പോക്ക് കാണുമ്പോഴേ അറിയാമല്ലോ എങ്ങോട്ടാ പോകണേന്നുള്ളത്. ആണ്ടാ ഇവിടെ ചെറിയ തണലും കാര്യങ്ങളുണ്ട്. ഇതേ അതേ ഇങ്ങനെ ഇവിടെ നടന്നു പോകാൻ അടിപൊളിയാട്ടോ, ഒന്നും പറയാനില്ല. നല്ല രസമുണ്ട് ഇവിടെ. ഇപ്പോഴത്തെ ഈ ചൂട് വെച്ച് നോക്കുകയാണെ അടിപൊളിയാണ്. നമുക്കിവിടെ വന്നത് എന്തിലോ ചവിട്ടി ഒന്നുമില്ല. ഇപ്പോഴത്തെ ചൂട് വെച്ച് നോക്കുകയാണെ
നമ്മുടെ ചെറുക്കൻ അമിക്കോ മിയ ക്യാപ്സ്. അതേ ഇപ്പോൾ അവർക്ക് ഫുഡും കാര്യങ്ങളും കൊടുക്കുകയാണ്. ഫുഡും കാര്യങ്ങളും കഴിക്കാനായിട്ട് അവർ വന്ന് നമ്മുടെ എന്താ പറയണ്ട മുട്ടക്കുന്ന് കഴിഞ്ഞിട്ട് അവരിവിടെ എത്തി ഫുഡും കാര്യങ്ങളും കഴിച്ചിട്ടിരിക്കുകയാണ്. ഇനി അടുത്ത നേരെ പോണത് പൈൻ വാലി. പൈൻ വാലി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോണത് പൈൻ വാലി കഴിഞ്ഞ് പിന്നെ നേരെ പോണത് നമ്മൾ രാമക്കൽമേടാണ് പോണത്. അപ്പോൾ ഇവിടെ റോഡ് പണിയും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് നമ്മളെല്ലാവരും പോണ വഴിക്ക് പോകാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ എന്തായിരുന്നു കുമളി വഴി ചുറ്റി നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളും കഴിച്ചിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ പൈൻ ഫോറസ്റ്റ് ചെയ്യാനായിട്ട് കാണിച്ചു. പൈൻ ഫോറസ്റ്റിൽ കയറാമെന്നുള്ള ആ ഒരു പ്ലാനും മാറ്റം വന്നിരിക്കുകയാണ്. അവർക്ക് അവിടെ കയറണമെന്ന് പറഞ്ഞു. പൈൻ ഫോറസ്റ്റ് ഒരു നല്ല തിരക്കും കാര്യങ്ങളുണ്ട്, പക്ഷേ അതൊന്നുമല്ല കാരണം അവർക്ക് കയറണമെന്ന് പറഞ്ഞു. അവർക്ക് നേരെ രാമക്കൽമേടിലേക്ക് പോകണം. അപ്പോൾ ടൈം എന്തായാലും നല്ലപോലെ വൈകിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ രാമക്കൽമേടിലേക്ക് പോവുകയാണ്. പോണ വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളും നേരെ പുറകെ കാണിച്ചു തരാം. അദ്ദേഹത്തിന്റെ ഭാര്യ ശരിക്കും സുലേഖ എന്ന ബിരിയാണി അരിയിൽ വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ കയറി. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ബാലൻസ് വീഡിയോ ഇതിൻ്റെ തന്നെ ബാലൻസ് വീഡിയോ കാര്യങ്ങളും പുറകെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി വിഷയങ്ങളും കാര്യങ്ങളും പുറകിലത്തെ വീഡിയോ ഉണ്ടാവും. ആ 2 പാർട്ടായിട്ടാണ് ഞാൻ ഇടുന്നത്. കാരണം വേറൊന്നുമല്ല, അത് ഇച്ചിരി ലെങ്തായി പോകും. അതുകൊണ്ടാണ്. ഇപ്പം ഈ നമ്മുടെ ഫസ്റ്റ് പോകും കാര്യങ്ങളല്ലേ, അപ്പം അത്രയും ലെങ്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ മാക്സിമം എന്താ പറയണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.